നമസ്കാരം. നമ്മളുടെ തിരക്കിട്ട ജീവിതത്തിൽ നല്ല ഒരു നാടൻ അവിയലോ സാമ്പാറോ ഒക്കെ ഉണ്ടാക്കാൻ ആഗ്രഹം തോന്നാറുണ്ടോ? പക്ഷെ അതിന് പച്ചക്കറികൾ വാങ്ങണം, അരിയണം, അരപ്പ് തയ്യാറാക്കണം. അയ്യോ, ഓർത്തിട്ട് തന്നെ മടുപ്പ് തോന്നും അല്ലെ? ഇത് ജോലിക്ക് പോകുന്ന ന്യൂക്ലിയർ ഫാമിലിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സാധാരണ വീട്ടിലുള്ള ആളുകൾക്ക് ഇതൊക്കെ പ്രാക്ടീസ് ആണ്. എന്തിനാ ഞാൻ ഈ പച്ചക്കറിയും അരപ്പും ഒക്കെ ഇവിടെ പറയുന്നത്? ഇതൊരു ബിസിനസ് ഐഡിയയുടെ ചാനലല്ലേ? ആണ്, അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഈ പ്രശ്നത്തിനൊരു പരിഹാരമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. വീട്ടിലിരുന്നു കൊണ്ട് ആർക്കും തുടങ്ങാൻ കഴിയുന്ന ഒരു കിടിലൻ ബിസിനസ് ഐഡിയ ആണ് ഇവിടെ പറയുന്നത്. അതാണ് നാടൻ റെഡി ടു കുക്ക് കിറ്റുകൾ. ഈ വരുന്ന പച്ചക്കറികളെല്ലാം തന്നെ പുറത്തുനിന്ന് വരുന്നതാണ്, നിങ്ങൾക്കറിയാം. എന്നാൽ നാടൻ പച്ചക്കറികളും അവൈലബിൾ ആണ്. സാധാരണ നമ്മളുടെ നാട്ടിലെ കൃഷിക്കാർ ചെയ്യുന്ന പച്ചക്കറികളുണ്ട്. അധികം വിഷാംശങ്ങളൊന്നുമില്ല, വളമൊന്നും അധികം ചെയ്യാത്ത പച്ചക്കറികൾ നമുക്ക് കിട്ടും. ആ പച്ചക്കറി അത് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ബെറ്റർ. സംഭവം വളരെ സിമ്പിൾ ആണ്. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഒന്ന് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഞങ്ങൾക്കൊരു വലിയ സഹായമായിരിക്കും. കൂടാതെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അതർവൈസ് നിങ്ങൾക്ക് താല്പര്യമില്ല ചെയ്യാൻ എങ്കിൽ ആരെങ്കിലും ചെയ്യുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും, ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് സംഭവം സിമ്പിൾ ആണ്. നിങ്ങൾക്കൊരു സാമ്പാറാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ അതിന് വേണ്ട കഷ്ണങ്ങൾ, പരിപ്പ്, സാമ്പാർ പൊടി, കടുക്, കായം, വറുക്കാനുള്ള സാധനങ്ങൾ എല്ലാം ഒരു കിറ്റിലാക്കിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ഒരു തോരൻ കിറ്റാണെങ്കിലോ അതിനുവേണ്ടി അരിഞ്ഞു വെച്ച പച്ചക്കറികൾ, ചതയ്ക്കാനുള്ള തേങ്ങ എല്ലാം അതിൻ്റെ കൂടെ റെഡി ആയിരിക്കും, പച്ചമുളക് സഹിതം. ഇത് വാങ്ങിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ആ പാക്കറ്റ് പൊട്ടിക്കുക, പാചകം തുടങ്ങുക, 5-10 മിനിറ്റ് കൊണ്ട് നല്ല നാടൻ കറി തയ്യാറായി. വൈകുന്നേരം 7-8 മണിക്ക് വീട്ടിൽ വന്ന് കയറുന്നവർക്ക് ഫ്രഷ് ആയിട്ടുള്ള കറി ഉണ്ടാക്കാൻ ഇതിൽ കൂടുതൽ വലിയ കാര്യമൊന്നും വേണ്ട. ഇതുകൊണ്ട് പല ഗുണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ സമയം ലാഭിക്കാം. 2, ആവശ്യത്തിന് മാത്രം സാധനങ്ങൾ ഉള്ളത് കൊണ്ട് ഒന്നും വേസ്റ്റ് ആകില്ല. 3, ഫ്രഷ് ആയി തയ്യാറാക്കുന്നതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങുന്ന റെഡിമെയ്ഡ് കറികളെക്കാൾ ആരോഗ്യകരമായിരിക്കും. 4, ഒരു കാര്യം കൂടെ ഉണ്ട്, ഇതിനൊന്നും വേസ്റ്റ് വരില്ല. അതായത് നമ്മൾ പച്ചക്കറി വരുമ്പോൾ വേസ്റ്റ് വരും. ഈ വേസ്റ്റ് മാനേജ്മെന്റ് വലിയൊരു പ്രശ്നമാണ് ഇത്തരത്തിലുള്ള വീടുകളിൽ. അതിൽ നിന്നും ഒരു മുക്തി പോലും ഇതിന് ലഭിക്കും. പിന്നെ ഈ ബിസിനസ് തുടങ്ങാൻ വലിയ മുതൽ മുടക്കും കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു 1000 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള കടകളിൽ നിന്ന്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഹോൾസെയിൽ കടയായിരിക്കണം. റീറ്റെയിൽ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വില കൂടുതലായിരിക്കും. ഹോൾസെയിൽ ആകുമ്പോൾ കുറച്ചുകൂടെ വെറൈറ്റീസ് കാണും, കൂടാതെ തന്നെ വിലയും കുറവായിരിക്കും. നിങ്ങൾ നിരന്തരം അവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ വീണ്ടും വില അവർ ഡൗൺ ചെയ്തു തരും. ഫ്രഷ് പച്ചക്കറികൾ അവിടെ നിന്ന് വാങ്ങിക്കുക, വൃത്തിയാക്കുക. നല്ല രീതിയിൽ വൃത്തിയാക്കിയതിനു ശേഷം അരിഞ്ഞ് പാക്ക് ചെയ്ത് നിങ്ങളുടെ താമസ സ്ഥലത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയോ ഇല്ലെങ്കിൽ നമുക്കൊരു ചെറിയ ഇൻസ്റ്റാഗ്രാം പേജ് തന്നെ ഉണ്ടാക്കി അതിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഒക്കെ നമുക്ക് ഓർഡറുകൾ എടുക്കാം. ദിവസവും രാവിലെ ഓർഡർ എടുത്ത് ഉച്ചയോടുകൂടി ഡെലിവറി ചെയ്യാം. അത് നിങ്ങളുടെ സൗകര്യമാണ് എങ്ങനെ കൊടുക്കണം എന്നുള്ളത്. കാരണം വൈകുന്നേരം വേണ്ട ആളുകളാണെങ്കിൽ അവർക്ക് വൈകുന്നേരം കൊടുക്കുക, രാവിലെ വേണ്ടവരാണെങ്കിൽ അവർക്ക് രാവിലെ കൊടുക്കുക. ആ ഒരു സെറ്റപ്പ് നിങ്ങൾ ലോക്കലി ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഇതെല്ലാം പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പരിശീലിച്ചെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് ബോധ്യമാവുകയുള്ളൂ. പറയുമ്പോൾ വളരെ എളുപ്പമാണ് എന്ന് തോന്നും, പക്ഷേ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി അരിഞ്ഞ് പാക്ക് ചെയ്തൊക്കെ വരുമ്പോൾ അല്പം കഷ്ടപ്പാടുള്ള കാര്യം തന്നെയാണ്. എങ്കിലും നല്ല പ്രോഫിറ്റ് ഉള്ള കാര്യം കൂടെയാണ്. അപ്പോൾ എങ്ങനെയാ? നല്ലൊരു ആശയമല്ലേ? ആർക്കും ഒന്ന് ശ്രമിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് നിങ്ങൾക്കൊരു പുതിയ വരുമാനത്തിനുള്ളൊരു പദ്ധതി. ഇത് പ്രത്യേകിച്ച് അടുക്കള എന്ന് ഞാൻ പറഞ്ഞത് സ്ത്രീകളെ ഉദ്ദേശിച്ചാണ്. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ വീട്ടിലെ പാചകവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഉള്ള സമയത്ത് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാം. ഭർത്താവിന് ഒരു കൈത്താങ്ങാവുകയും ചെയ്യാം. അങ്ങനെയുള്ള സ്ത്രീകൾ, ഒരാൾക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ 3-4 പേര് അയൽവക്കത്തുള്ളവര്, ഒരേ മനസ്സുള്ളവര് അങ്ങനെ ആയിരിക്കണം. ഇല്ലെങ്കിൽ നാളെ അടിയാകും, അത് വേറൊരു വിഷയം. ഒരേ മനസ്സുള്ളവരാണെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് തന്നെ മാർക്കറ്റിൽ പോയി പച്ചക്കറി വാങ്ങിക്കാൻ പറ്റും, നിങ്ങൾക്ക് തന്നെ അത് പാക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് തന്നെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഏതാണ്ട് എല്ലാവരുടെ കയ്യിലും, സ്ത്രീകളുടെ കയ്യിലും 2 വീലറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരാൾക്കെങ്കിലും കാണും. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കുക്ക് ചെയ്യുന്ന ഐറ്റം ആയതുകൊണ്ട് നമ്മൾ FSSAIയുടെ രജിസ്ട്രേഷൻ എടുത്തു വെച്ചിരിക്കണം. അത് മസ്റ്റായിട്ട് എടുത്തു വെച്ചിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും പണി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അത് എടുത്തുകൊണ്ട് നിങ്ങൾക്കിത് ഒരു
പ്രശ്നവുമില്ലാതെ തുടങ്ങാൻ പറ്റുന്ന ഒരു ചെറിയ ബിസിനസ്സാണ് ഇത്. ഓക്കെ, അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.